നവാഗതനായ അഭിഷാൻ ജീവിന്ദ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് സിനിമയായ ടൂറിസ്റ്റ് ഫാമിലി കൺവെൻഷനുകൾ ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പ് ഫീൽ ഗുഡ് സിനിമയൊന്നുമല്ല. നമുക്ക് പരിചയമുള്ള രീതിയിൽ ഒരുപാട് സബ് പ്ലോട്ടുകൾ ഉണ്ടാക്കി അവസാനം അതിനെല്ലാം കൂടി ഒരു പേ ഓഫ് വരുന്ന രീതിയിൽ തന്നെയാണ് അഭിഷാൻ ഈ സിനിമ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. പക്ഷേ താൻ ഫോളോ ചെയ്യുന്നത് ഇത്തരത്തിൽ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു റൈറ്റിംഗ് പാറ്റേൺ ആണെന്ന് അഭിഷാന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകൻ ഊഹിക്കുന്ന ഭാഗത്ത് മാറ്റം വരുത്തി ആ സീനുകളെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ട്. ഒരുപാട് കോംപ്ലിക്കേഷനുകളിലേക്കൊന്നും പോകാതെ നന്മ നിറഞ്ഞ പ്രൊമൈസും അതിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന നന്മയുടെ കഥയും വൃത്തിക്ക് പറഞ്ഞു പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മൈഗ്രേഷൻ സ്റ്റോറിയാണ് ടൂറിസ്റ്റ് ഫാമിലി. ശ്രീലങ്കക്കാരായിട്ടുള്ള ധർമ്മദാസും കുടുംബവുമാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. കൊറോണയ്ക്ക് ശേഷം ശ്രീലങ്കയിൽ സംഭവിച്ച സാമ്പത്തിക മാന്ദ്യം കാരണം കടൽ മാർഗം അനധികൃതമായിട്ട് നാട് വിട്ട് തമിഴ്നാട്ടിലേക്ക് വന്നവരാണ് അവർ. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ചെന്നൈയിലെത്തിയ അവർക്ക് ധർമ്മദാസിന്റെ അളിയൻ അവിടെ ഒരു താമസ സ്ഥലം ഒരുക്കി കൊടുക്കുന്നു. തങ്ങളുടെ ശ്രീലങ്കൻ പശ്ചാത്തലം അയൽവക്കക്കാരോടൊന്നും പറയരുത് എന്ന് അളിയൻ അവരോടെല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ടുള്ള ഈ കുടുംബത്തിന്റെ ചെന്നൈ നഗരത്തിലെ ജീവിതവും കാര്യങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയിലെ ഒരു സീൻ ഞാൻ പറയാം. മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മെമ്മോറിയൽ നടക്കുമ്പോൾ അതിലൊരാൾ ധർമ്മദാസ് അയാളോട് ചെയ്ത ഒരു കരുണ നിറഞ്ഞ കാര്യം പറയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ധർമ്മദാസിലേക്ക് പോകുന്നുണ്ട്. ഒരുവിധം എല്ലാ നന്മ നിറഞ്ഞ സിനിമയിലും കാണുന്ന പോലെ ഹീറോയെ പൊക്കി വെക്കുന്ന ടൈപ്പ് ചെറുതായി നമുക്ക് ക്രിഞ്ചടിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് സീനാണത്. നമുക്കത് അങ്ങനെ തോന്നുമെന്ന ധാരണ സംവിധായകന് വ്യക്തമായിട്ടുള്ളത് കൊണ്ട് അയാൾ ആ സീനിന് ധർമ്മദാസിന്റെ രണ്ടാമത്തെ മകനെ ഉപയോഗിച്ചിട്ട് ഹ്യൂമറസ് ആക്കുന്നുണ്ട്. വാഴ്ത്തിപ്പാടലുകൾ കേട്ടിട്ട് മരിച്ച ആളുടെ ഫോട്ടോ അല്ല അച്ഛൻ്റെ ഫോട്ടോ ആണ് അവിടെ വെക്കേണ്ടത് എന്ന് തോന്നുന്നു എന്നാണ് ആ പയ്യൻ അന്നേരം ഡയലോഗ് പറയുന്നത്. ഇതുപോലെ നമുക്ക് പരിചയമുണ്ടല്ലോ ഇത്തരത്തിലുള്ള സീനുകൾ എന്ന് തോന്നുന്ന പല സ്ഥലത്തും ഇതിന്റെ സംവിധായകൻ നമ്മുടെ പ്രഡിക്ഷനുകളെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ചില രസകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു സംഭവം കോമഡി സീനുകൾക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, വളരെ സങ്കടകരമായ മൊമെന്റ്സ് കാണിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻ പൊളിക്കുന്ന ചേഞ്ചുകൾ തിരക്കഥയിൽ കാണാൻ സാധിക്കും. നമ്മൾ ആർക്കെങ്കിലും നല്ലത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും നല്ലത് സംഭവിക്കുമെന്ന സ്ഥിരം പരിപാടിയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെയും കഥ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. സിനിമയിൽ നമ്മൾ കാണുന്ന ഓരോ സബ് പ്ലോട്ടുകളും ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്യുന്ന പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ അവസാനത്തേക്ക് വരുമ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ നിലകൊള്ളുന്നു എന്ന് പറയുന്ന സ്വല്പം മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പടം പോകുന്നത്. പക്ഷെ നാടകീയത കൂടിയ ഈ ഒരു മൊമെന്റിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഈ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നാക്കി മാറ്റുന്നത്. എല്ലാ ഫാമിലി ഡ്രാമകളിലും നമ്മൾ കാണാൻ സാധ്യതയുള്ള തരം സീനുകളുടെ ഒരു കളക്ഷനാണ് ഒരു പരിധിവരെ ഈ സിനിമയുടെ തിരക്കഥയിലെ രംഗങ്ങൾ. പക്ഷേ എല്ലാത്തിനും ഒരു പ്രാക്ടിക്കലായ അപ്രോച്ച് കൊണ്ടുവരാൻ ഡയറക്ടർ ശ്രമിക്കുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ പാട്ട് കേൾക്കുമ്പോൾ തനിക്ക് എപ്പോഴും തൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെയാണ് ഓർമ്മ വരിക എന്ന് പറഞ്ഞ് ചേട്ടൻ കരയുമ്പോൾ അനിയൻ അതിന് സൊല്യൂഷൻ കൊടുക്കുന്നത് അതേ പാട്ടിൽ ഡാൻസ് കളിച്ചുകൊണ്ട് ഇനി നിനക്ക് എന്നെയല്ലേ ഓർമ്മ വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ കളിക്കുന്നത് അമ്മാതിരി ഒരു ഡാൻസുമാണ്. ഈ സിനിമയിലെ വില്ലൻ ട്രാക്ക് സ്വല്പം വീക്ക് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു വില്ലൻ ട്രാക്കിന്റെ ആവശ്യം ഈ സിനിമയ്ക്കില്ല എന്ന്. ധർമ്മദാസ് എന്ന ശ്രീലങ്കക്കാരനായ കുടുംബസ്ഥനായിട്ട് ശശികുമാർ സ്ക്രീനിൽ വളരെ ബിലീവബിൾ ആണ്. പുള്ളി സ്വല്പം ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഗതികൾ ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയി മാറുന്നത് പോലെ പണ്ട് മുതലേ തോന്നിയിട്ടുണ്ട്. ആ ഒരു സംഗതി ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. വാസന്തി എന്ന ധർമ്മദാസിന്റെ ഭാര്യയുടെ കഥാപാത്രം ചെയ്തിട്ടുള്ളത് സിമ്രനാണ്. ആ ഒരു കഥാപാത്രത്തിന്റെ ഗ്രൗണ്ടഡ് നേച്ചർ വളരെ വിശ്വസനീയമായ രീതിയിൽ തന്നെ അവർ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആവേശത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മിഥുൻ ജയശങ്കറാണ് മൂത്ത മകന്റെ റോൾ ചെയ്തിട്ടുള്ളത്. അഭിനയ മികവ് കാണിക്കാനുള്ള ഒരു സ്പേസ് ഉള്ള റോൾ തന്നെയായിരുന്നു അത്. ഇളങ്കോ കുമാരവേൽ, MS ഭാസ്കർ, രമേശ് തിലക്, ശ്രീജ രവി, ഭഗവതി പെരുമാൾ, യോഗി ബാബു, യോഗലക്ഷ്മി ഇവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന നടീനടന്മാർ. എന്നാൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ആൾ ഇതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനാണ് മാസ്റ്റർ കമലേഷ് ജഗൻ. കമലേഷ് ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ കോമഡിയാണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. പല സീനുകളും സക്സസ്ഫുൾ ആയിട്ട് എടുക്കാൻ അഭിഷാന് സാധിക്കുന്നത് കമലേഷിന്റെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാരണമാണ്. ഈ സിനിമയുടെ ചില ഇമോഷണൽ ബീറ്റുകൾ നമ്മുടെ മലയാളത്തിലെ സുഡാനി ഫ്രം നൈജീരിയയെ ഓർമ്മിപ്പിച്ചു. വളരെ റൂട്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളിലെ ആളുകൾ തമ്മിലുള്ള ചില ഇമോഷണൽ പാരലലുകൾ കാണുന്ന പടമായിരുന്നു സുഡാനിയെങ്കിൽ ടൂറിസ്റ്റ് ഫാമിലി ഏതാണ്ട് ഇതേ സംഭവം തന്നെ കുറച്ചുകൂടെ ഫിൽമി ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. വേർതിരിവിന്റെ കാരണമാകുന്ന ഭാഷയെ ഒടുവിൽ ചേർത്ത് നിർത്തുന്നതിന്റെ കാരണമാക്കി അവതരിപ്പിക്കുന്ന ടൂറിസ്റ്റ് ഫാമിലി നമുക്കൊരു പുഞ്ചിരി സമ്മാനിക്കുന്ന ലളിതമായ ഒരു മൈഗ്രേഷൻ സ്റ്റോറിയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്